ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഏട്ടൻ്റെ ഒരു പാൻറ്റാണ്. പഴയതല്ല, എങ്കിലും അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഏട്ടന്മാരുടെ പാൻറ്റ് ഇടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ലേഡീസിൻ്റെ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഞാനിപ്പോൾ ഏട്ടൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും യൂസ് ചെയ്യാത്ത ഇതുപോലെ പാൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇത് കോട്ടൺ പാൻറ്റാണ്. അപ്പോൾ അധികം ഒന്നും ഇട്ടിട്ടില്ല, ഒന്നോ രണ്ടോ വട്ടം തന്നെ ഇട്ടിട്ടുള്ളൂ. ഇത് ഇടുപ്പ് വേസ്റ്റിൻ്റെ അവിടെ ലൂസായപ്പോൾ പിന്നെ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ, ഒന്നല്ല രണ്ട് കിടിലൻ ഐഡിയ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നിവർത്തിയിടുക. പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ഇതിൽ വേസ്റ്റിൻ്റെ അവിടെ ഫ്രണ്ടും ബാക്കും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് അളവെടുത്താൽ മതിയാകും. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് തയ്യൽ തുമ്പോട് കൂടിയിട്ട് ഞാനൊരു 24 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തന്നെ അടുത്ത കാലിലും അതുപോലെ ചെയ്തെടുക്കുക. ബാക്ക് പീസിൽ നിന്ന് ആരും അളവെടുക്കരുത് കേട്ടോ. അളവെടുത്താൽ അത് വ്യത്യാസമായി പോകും. ബാക്കും ഫ്രണ്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ പാൻറ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ടിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാത്ത പാൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ ആർക്കാണെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ട് ഐഡിയ നമ്മൾക്ക് ചെയ്തെടുക്കാം. പാൻറ് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഭാഗം മാറ്റി വയ്ക്കാം. ഇനി ഏറ്റവും മുകളിലെ ഭാഗം ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊന്ന് ഉൾഭാഗം എടുക്കാം. ചീത്തവശം എടുത്തിട്ട് ചെറിയ കട്ടിംഗ് ഒക്കെ ഉണ്ട്, അത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് രണ്ട് ഭാഗത്തും രണ്ട് കാലിലുള്ള സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ രണ്ട് കാലിൽ ഇതുപോലെ ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ ഇടുക. എന്നിട്ട് കറക്റ്റായിട്ട് ആ ക്രോച്ചിൻ്റെ ഈ ഭാഗമായിട്ട് കറക്റ്റ് പാൻറ്റിൻ്റെ കാല് നമ്മൾ സാധാരണ കട്ട് ചെയ്യാൻ ഇടുന്നത് പോലെ ഇതുപോലെ ഇടുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഈ സൈഡ് ഭാഗമാണ് ഇപ്പോൾ നിവർത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രോച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ ഫ്രണ്ട് ഇത് ബാക്കാണ്, ബാക്കിൻ്റെ ക്രോച്ച് ഭാഗമാണ്. കറക്റ്റായിട്ട് ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിലോ വെച്ചിട്ട് ആ ക്രോച്ചിൻ്റെ ആ സൈഡ് നമ്മൾക്ക് ആവശ്യമില്ല. ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ജീൻസ് പാൻ്റ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കോട്ടൺ ആണ്, കുറച്ച് എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻറ്റാണ്, അങ്ങനത്തെ ക്ലോത്താണ്. ബനിയനല്ല എങ്കിലും കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള പാൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് യൂസ് ആയിരിക്കുള്ളൂ. അതെന്താണെന്ന് അവസാനം പറഞ്ഞു തരാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ക്രോച്ചിൻ്റെ ആ ചെറിയൊരു ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ടിലാണെങ്കിൽ സിബ് ഉണ്ട്, സിബിൻ്റെ ആ സൈഡ് വരെ തൊട്ട് താഴെ വരെ ഒരു അരിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് തൊട്ട് താഴെ വരെ ഇതുപോലെ മാർക്കിംഗ് കൊടുത്തിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് കാലും ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ജോയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇനി എന്താ, ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നീളത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് നീളത്തിൽ കറക്റ്റായിട്ട് നല്ലതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ എൻഡിങ് എത്തുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ തയ്യൽ അഴിഞ്ഞു വരും. റഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ടാൽ മതിയാകും. അടുത്ത സൈഡും ഇതുപോലെ തന്നെ നീളത്തിൽ ആ ക്രോച്ചിൻ്റെ ആ ഭാഗം വരെയും തയ്ച്ച് എടുക്കുക. അതിനുശേഷം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് വെളിയിലേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാത്ത പാൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ആണ്. ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റീയൂസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ കൂട്ടി എടുത്തിട്ടുണ്ട്. കൂട്ടി എടുത്തപ്പോൾ ആ സ്റ്റിച്ച് കറക്റ്റ് സെൻറ്ററിലായിട്ട് വരും. ഈ പാൻറ്റിൻ്റെ എന്താ പറയുക സൈഡ് ഭാഗത്തുള്ളത് കറക്റ്റ് സൈഡിൽ നിന്ന് വെച്ച് കറക്റ്റ് നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഭാഗമാണ്, അത് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ രണ്ട് സ്റ്റിച്ചായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ അത് അഴിച്ചെടുത്ത് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി താഴെ നമ്മൾക്ക് മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കാനായിട്ട് ആദ്യം അരിഞ്ചൊന്ന് മടക്കുക, വീണ്ടും അരിഞ്ചൊന്ന് മടക്കിയിട്ട് ചുറ്റിലും സ്റ്റിച്ച് ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് പെൺകുട്ടികൾക്കാണ് അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ആൺകുട്ടികൾക്കാണെങ്കിൽ വേറെ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്താ പറയുക, കട്ട് ചെയ്തിട്ട് ഷോർട്ട്സ് ആക്കി എടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും ട്രൗസർ പോലെ അങ്ങനെ ആക്കി എടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് താഴെ ഇതുപോലെ മടക്കിയും കൂടെ തയ്ച്ചിട്ടുണ്ട്. മടക്കി തയ്ച്ചിട്ട് എന്താ പറയുക, നടക്കുമ്പോൾ ടൈറ്റ് ആവുകയാണെന്നുള്ളവർക്ക് ബാക്ക് പോർഷനിൽ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ ഓപ്പൺ ചെയ്തിട്ട് അതൊരു സ്ലിറ്റ് പോലെ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ തടയൊന്നുമില്ല. എങ്കിലും ഇതും തടയൊന്നുമില്ല, വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡ് എടുത്തിട്ട് ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ടല്ലോ, പോക്കറ്റിൻ്റെ ഒരു 1 ഇഞ്ച് മുകളിലായിട്ട് മേലേക്കായിട്ട് ചെറിയൊരു മാർക്കിങ് ഇട്ട് കൊടുക്കുക. ഉള്ളിലാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ വെളിയിലിട്ടത് എന്തിനാണെന്ന് പറഞ്ഞു തരാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, കാണുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അതേ മാർക്കിങ് ഉള്ളിൽ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡിൻ്റെ സൈഡും ബാക്ക് സൈഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആ മാർക്കിങ് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉള്ളിലിട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഉള്ളിൽ ആ തുണി ഉണ്ടല്ലോ, മടക്കിയിട്ടുള്ള ആ തുണി തനിയെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. മടക്കിയത് ഇപ്പോൾ ഒരു 1.25 1.5 ഇഞ്ചോളം വീതിയുണ്ട്. ഇതുപോലെ കത്രിക വെച്ചിട്ട് ഒരു ചെറിയൊരു കട്ട് ചെയ്തിട്ട് കട്ടിങ് കൊടുത്തിട്ട് ഓപ്പൺ ആക്കി എടുക്കുക. അതുപോലെ തന്നെ ആ സൈഡും അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ, അപ്പോൾ വേസ്റ്റിൻ്റെ അളവ് വണ്ണം കൂടുതലല്ലേ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക് വരുന്നത് പോലെ ചെയ്യാം. അപ്പോൾ ഒരു 10 ഇഞ്ച് അളവിന് ഞാൻ 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പാൻറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി എന്താ പറയുക, നല്ലൊരു മിഡി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ പുറത്തൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ജീൻസിലോ നല്ല പുതിയ യൂസ് ചെയ്യാത്ത പാൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റീയൂസ് ചെയ്തെന്ന് വെച്ച് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ആ ഭാഗം ഉണ്ടല്ലോ, കറക്റ്റായിട്ട് എലാസ്റ്റിക്കും ആ തുണിയും എലാസ്റ്റിക് ഉള്ളിൽ പോകാതെ കറക്റ്റായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ, അത് പുറമേ ഒന്നും കാണില്ല. അപ്പോൾ എലാസ്റ്റിക്കും തുണിയും കൂടെ തമ്മിൽ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്താൽ മതി. വൃത്തികേടാണെന്നൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ രണ്ടും തമ്മിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഇട്ട് എലാസ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു അടിപൊളി മിഡി, ഷോർട്ട് മിഡി റെഡി ആയിട്ടുണ്ട്. ഷോർട്ട് എന്ന് വെച്ചാൽ ഇത് മുട്ടിൻ്റെ ആ ഭാഗം വരെ ഉണ്ടാകും. പോക്കറ്റൊക്കെ ഉണ്ട്, നമ്മളതൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഫ്രണ്ടിൽ സിബും കൂടി ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കല്ല, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും ഇഷ്ടമാകും. അപ്പോൾ പോക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഇങ്ങനെ പോക്കറ്റ് ഉണ്ട്. പാൻ്റ് ആയതുകൊണ്ട് 2 സൈഡും പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലും 2 പോക്കറ്റ് ഉണ്ട്. പിന്നെ നീളം കുറേ കൂടി താഴ്ത്തി വെട്ടിയെന്ന് വെച്ചാൽ അത് ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാനൊരു 23 ഇഞ്ച് വരെ, ഇതിന് മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. മുട്ടിന് മുകളിലായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്തിട്ട് അങ്ങനെയും കൂടെ കുറച്ചും കൂടെ ഷോർട്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ കുറച്ച് വലിയണ അങ്ങനെയുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ നടക്കുമ്പോൾ തടഞ്ഞൊന്നും വീഴുമൊന്നും ഇല്ല. വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് സൈഡ് അവിടെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നടക്കുമ്പോൾ യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഒരു പാൻറ്റ് കൊണ്ട് ഇതുപോലെ ഷോർട്ടായിട്ടൊരു മിഡി തയ്ച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെട്ടേണ്ടവർക്ക് മുകളിൽ കയറ്റി വെട്ടി ചെറുതാക്കി വെട്ടിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ഐഡിയ ആണ്. തീർച്ചയായിട്ടും പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പഴയ പാൻറ് ഉണ്ടെങ്കിൽ തയ്ച്ച് കൊടുക്കും കേട്ടോ ഇതുപോലെ. അപ്പോൾ നല്ലൊരു അടിപൊളി ഐഡിയ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ എന്താ യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വെറുതെ കളയണ്ട, അത് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത്, സ്റ്റിച്ചുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് 8 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് അതിലൊരു ക്രോച്ച് വരച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും ഉപയോഗമുള്ളൊരു ഐറ്റം ഒരു പാൻറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യണത് ഒരു വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കട്ടിങ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമുക്കിതിൽ നിന്നൊരു കുഞ്ഞ് ട്രൗസർ ചെയ്തെടുക്കാം.
അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാം ലെവലാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കാലിൻ്റെ ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ട്രൗസർ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യണത് അതുപോലെ തന്നെ ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ കാല് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മുകൾ ഭാഗം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് നല്ല വശങ്ങളും തമ്മിൽ ആദ്യം ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു പതിച്ചടിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഉണ്ടാകും. അപ്പോൾ പതിച്ചടിയും കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, പറഞ്ഞേ തരുന്നുള്ളൂ. അപ്പോൾ മുകൾ ഭാഗം അതുപോലെ കറക്റ്റായിട്ട് അരയിഞ്ച് ഒന്ന് മടക്കിയിട്ട് വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. ഇനി കാല് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കാലും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് എടുത്തത് ഇതിപ്പോൾ ട്രൗസറിൻ്റെ അരവണ്ണം നോക്കിയിട്ട് അരവണ്ണത്തിൻ്റെ 1/4 ഭാഗം എടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. നല്ലൊരു അടിപൊളി ട്രൗസർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻറ്റിൽ നിന്ന് നല്ലൊരു മിഡിയും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിക്കുള്ള ഒരു ട്രൗസറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാൻറ്റ് ഇടാതെ ഇങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പാൻറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു യൂസാണ്, വെറുതെ കളയണ്ടല്ലോ. ഇടാതെ അലമാരക്കകത്ത് വെച്ചതിനേക്കാളും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും തീർച്ചയായും ഇട്ടോളും, ഇഷ്ടവും ആവും. അപ്പോൾ വേസ്റ്റ് ആകാതെ നമ്മൾക്ക് നല്ല പുതിയതൊക്കെ ഇതുപോലെ പുതിയ പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടമല്ലേ, ഇടാൻ പറ്റാതെ ആവുമ്പോൾ അതൊരു സങ്കടമാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും കാണാം. താങ്ക്